ഇന്നലെ സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു ചോദ്യമാണ്. നരച്ച താടി ചെരയ്ക്കാതെ നീട്ടി വളർത്തിയാൽ പാത്രിയാർക്കീസ് ആകുമോ? ആകുമെങ്കിൽ ആയിക്കോ. പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരു ആകാംക്ഷ. ബാക്കി കൂടി വായിച്ചപ്പോൾ മനസ്സിലായി നമ്മുടെ പാച്ചറെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഒരു പെന്തക്കോസുകാരൻ, ഏറിയാൽ ഒരു ഉപദേശി. ഒരു പെന്തക്കോസ് ഉപദേശിക്ക് അപ്പോസ്തോലിക സഭക്കാർ തരുന്ന വില എന്തെന്ന് ഇതിനകം ശരിക്കും തിരിച്ചറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. അതിനപ്പുറം ഒന്നുമില്ല. തൻ്റെ ഒരു വീഡിയോയിൽ കോട്ടയം തൻ്റെ കൈവെള്ളയിലാണെന്നോ കോട്ടയത്ത് കൂടിയ ആളുകളുടെ എണ്ണത്തിലോ ഒക്കെ താങ്കൾ തല പുകയ്ക്കുന്നു. കൂട്ടത്തിൽ എന്തോ ഡിസ്കൗണ്ടും പ്രഖ്യാപിച്ചു കണ്ടു. തൻ്റെ ഡിസ്കൗണ്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. മലങ്കര സഭയ്ക്ക് തൻ്റെ ഡിസ്കൗണ്ട് ഇല്ലാത്ത, നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യം ദൈവം വരുത്തിയാൽ അപ്പോൾ ചോദിക്കാം. കാരണം ഇത് ദൈവത്തിൻ്റെ സഭയാണ്. ഒരു 500 പേരുണ്ടായിരുന്നു കോട്ടയത്ത്. തൊഴിലുറപ്പുകാരെയും ബംഗാളികളെയും വിളിച്ചിട്ടും അവർ വന്നില്ല. പിന്നെ 3Dയും AI-യും ഫോട്ടോഷോപ്പും ഉപയോഗിച്ച് പെരുപ്പിച്ചു കാട്ടി കുറെ ഫോട്ടോ എടുപ്പിച്ചു. അത്രയേ ഉള്ളൂ. എന്താ പോരെ? എൻ്റെ സംശയം അതല്ല. ഞങ്ങളെ എണ്ണാനും കണക്ക് പറയാനും താങ്കൾ ആരാണ്? താങ്കളെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയോ? ക്ഷണിക്കാത്ത കല്യാണത്തിന് പോകുന്നത് പോലെ. കഷ്ടം, കഷ്ടമേ കഷ്ടം. അതുപോലെ അതിനിടയിൽ തൻ്റെ ഒരു പ്രയോഗം കേട്ടു. മത്തായി 3 എന്ന്. വികട യാക്കോകളുടെ നാവായി രൂപാന്തരപ്പെട്ട തൻ്റെ നാവിൽ നിന്നും അതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, തൻ്റെ ഇപ്പോഴത്തെ വല്യപ്പ കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനി ഈ അടുത്ത് മാർത്തോമാ സഭയുടെ ഒരു അനുമോദന സമ്മേളനത്തിൽ വെച്ച് എല്ലാവരെയും സാക്ഷി നിർത്തി വിശേഷിപ്പിച്ചത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ എന്നാണ്. അതിലുപരി ഇന്നത്തെ തന്റെ മൂത്താപ്പ അന്ത്യോക്യൻ പാത്രിയാർക്കീസ് മാർ എഴുതിയിട്ടുള്ള കൽപ്പനകളിലൊക്കെ ഹിസ് ഹോളിനസ് എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എവിടെയെങ്കിലും ഒരേ വേദിയിൽ വന്നിട്ടുള്ളിടത്തെല്ലാം തുല്യ പദവി. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലും തുല്യത. എന്തിനേറെ ലോക കത്തോലിക്ക സഭയുടെ തലവൻ പരിശുദ്ധ മാർപ്പാപ്പ പോലും ഹിസ് ഹോളിനസ് എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം അവർക്കൊക്കെ അറിയാം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷന്റെ സ്ഥാനവും മാനവും മഹത്വവും. അതിലും ഉപരിയായി ഇന്ന് എന്നല്ല ഇന്നുവരെ ഇന്ത്യയിൽ ഹിസ് ഹോളിനസ് അഥവാ പരിശുദ്ധ എന്ന് ചേർത്ത് വിളിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരു ക്രിസ്തീയ മത മേലധ്യക്ഷൻ, അത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ വിശുദ്ധ മാർത്തോമാ ശ്ലീഹയുടെ അപ്പോസ്തോലിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളിയിട്ടുള്ള പൗരസ്ത്യ കാതോലിക്കന്മാരും, ആ നിരയിൽ ഇന്നത്തെ പരിശുദ്ധ ബെസലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും മാത്രം. കൂട്ടത്തിൽ ഈ സഭ പരിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചിട്ടുള്ള വാങ്ങിപ്പോയ പിതാക്കന്മാർക്കും വിമൽകുമാർ ധാരാളം ഉണ്ടാകാം. പക്ഷെ അവർക്കൊന്നും അതിനുള്ള അർഹതയില്ല, അവകാശമില്ല, അംഗീകാരവുമില്ല. അതാണ് നിലവിലെ ജീവനുള്ള സത്യം. ഇന്ന് ആരുടെയോ ആചാരം വാങ്ങി ഓർത്തഡോക്സ് സഭയ്ക്കെതിരെ പറയുന്നതിനൊക്കെയും ഘടകവിരുദ്ധമായി താങ്കൾ തന്നെ മുൻകാലങ്ങളിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി പറഞ്ഞിട്ടുള്ളതും മലങ്കര നസ്രാണികൾക്കറിയാം. അങ്ങനെ അവസരത്തിനൊത്ത് മാറ്റി മാറ്റി പറയുന്ന താങ്കളുടെ വാക്കിന് എന്തു വില? മാങ്ങയുള്ള കൊമ്പിൽ കുട്ടികൾ കല്ലെറിയും. എങ്ങാനും ഒരു മാങ്ങ വീണ് കിട്ടിയാലോ എന്ന പോലെ അതുപോലെ മലങ്കര സഭയെ ചൊറിയുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിൽ പ്രയോജനമുണ്ടെങ്കിൽ ആയിക്കോ. അങ്ങനെ ഒരാളുടെ ഉപജീവനം നടക്കുമെങ്കിൽ അതിൽ സന്തോഷം. കാരണം ഒന്നു ചൊറിഞ്ഞാൽ ഉരുകിപ്പോകുന്നതല്ല മലങ്കര സഭയുടെ അസ്തിത്വം. ഏതെങ്കിലും നിരീശ്വരവാദികൾ കൊടുത്ത കപ്പത്തിന് പകരം വെച്ചു നീട്ടുന്നതുമല്ല. മലങ്കര ഓർത്തഡോക്സ് സഭയെ ചൊറിയാൻ വരുന്നവരുടെ ഒക്കെ മുൻകാല അനുഭവം ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. മാറനാട് മോനിയുടെ കാര്യം പറയണ്ടല്ലോ, അതുപോലെ പലരും. അതേസമയം സഭയോ കഴിഞ്ഞ വർഷം പ്രഖ്യാപിത ബഡ്ജറ്റ് 800+ കോടി ആയിരുന്നത് ഈ വർഷം 1200+ ആയി. അടുത്ത വർഷം 1500+ പ്രതീക്ഷിക്കുന്നു. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും സഭയുടെ ഗ്രാഫ് മുകളിലേക്ക് തന്നെ. അതുകണ്ട് അസൂയ പൂണ്ടവർ എങ്ങനെ അടങ്ങിയിരിക്കും? യേശുക്രിസ്തുവിനെ പിടിച്ചുകെട്ടി പീലാത്തോസിന്റെ മുൻപിൽ നിർത്തിയിട്ട് ഇവർ ജനങ്ങൾക്കിടയിൽ കലഹമുണ്ടാക്കുന്നു എന്നല്ലേ ആരോപിച്ചത്? സത്യവിരുദ്ധ ആക്ഷേപം യേശുക്രിസ്തു കേൾക്കേണ്ടി വന്നെങ്കിൽ അതിലും വലുതൊന്നുമല്ലല്ലോ കേവലം ഒരു പെന്തക്കോസ് പാച്ചറുടേത്.